ഹലോ അസ്സലാമു അലൈക്കും. ഇതുണ്ട് സുഖല്ലേ? ഇത് മുബാറക്കെ. ഈ പ്രാവശ്യത്തെ അജ്ജ് പെരുന്നാളുടെ നിസ്കാരം 6 മണിക്കാന്നിട്ട് അങ്ങനെ റൂമിൽ നിന്ന് 5:30 തന്നെ ഇറങ്ങിയിട്ടുണ്ടായിന്. നമുക്ക് ടാക്സി കിട്ടാൻ വൈകൊണ്ട് പള്ളിയിലെത്തുമ്പോഴേക്ക് നിസ്കാരം തുടങ്ങാനായിന്. അങ്ങനെ പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പുറത്തുനിന്നാ നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറലായി. കാബൂസ് പള്ളി എന്ന് പറയുന്നത് ദുബൈക്കാർക്ക് അബുദാബിയിലെ പള്ളിയില്ല, അതുപോലെ ഒമാനിലെ പള്ളി വലിയ പള്ളിയാണ്. പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫോട്ടോ എടുക്കലായി. അത് കണ്ടായിരുന്നു തന്നെ ആളെല്ലാം ഇറക്കലായി. ഒമാനിലില്ല ആളാണെങ്കിൽ ഒരു വട്ടി ഈ പള്ളി എന്തായാലും കാണാൻ പറഞ്ഞു കേട്ടോ. പള്ളിൻ്റെ ഉള്ളും അതേപോലെ പുറയിലും മൊത്തമായിട്ട് കാണാൻ. നമ്മൾ രാവിലെ പോയതുകൊണ്ട് ദാഹിച്ചിട്ട് വരണ്ടിന്. എല്ലാവരും വെള്ളം കുടിക്കണം, അവിടെ വെള്ളമൊന്നും കിട്ടൂലല്ലോ. പള്ളിയിലേക്ക് ടാക്സിക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. പള്ളിൻ്റെ ഉള്ളെത്താനും വേണ്ടിക്ക് ഫുള്ള് ചെടിയെല്ലാം വെച്ചിട്ട് സൂപ്പറാണ്. എന്തായാലും നമുക്ക് ഏകദേശം ഈ പള്ളിയിലേക്ക് പോകാനും വേണ്ടിക്ക് ഒരു 5-6 കിലോമീറ്റർ ആയില്ലും കേട്ടോ. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നാസ്ത കഴിക്കലാന്നല്ല. നാസ്ത കഴിക്കാൻ എല്ലാവരും കൂടി ഹോട്ടലിലേക്ക് പോയി നാസ്തയും കഴിച്ച് എല്ലാവരും പിരിയലായി. അങ്ങനെ ഗൾഫാറ പെരുന്നാൾ കഴിഞ്ഞതിന് പോയിട്ട് കിടന്നുറങ്ങല്. ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും.